ഹായ്, പുനെ മല്ലൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അയൺ ബോക്സിലെ കറ. ഇതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ പുതിയ ഡ്രസ്സുകളിലെല്ലാം ഈ അയൺ ബോക്സിലെ കറ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിൽ നിന്നുള്ള കറ ഈ ഡ്രസ്സുകളിൽ പറ്റുകയും ആ ഡ്രസ്സ് ചീത്തയായി പോവുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് നോക്കാം ഈ അയൺ ബോക്സിലെ കറ എങ്ങനെ കളയാമെന്നുള്ളത്. ഇതിന് ഞാൻ 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച മെത്തേഡ്സ് ഒന്നുമല്ല, യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത മെത്തേഡുകൾ അതാണ് ഞാനിപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ആ 3 മെത്തേഡുകൾ ഉപ്പ്, കോൾഗറ്റ്, പാരസെറ്റമോളാണ്. അതിൽ പാരസെറ്റമോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പാരസെറ്റമോൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഗ്യാസ് ഉണ്ടാകും. അത് നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ പ്രശ്നമാണെന്നാണ് അറിഞ്ഞത്. നിങ്ങളാരും ചെയ്ത് നോക്കണം ഞാൻ പറയുന്നില്ല. ഇതിൽ 3-ൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ നല്ലതുപോലെ കറ പോകുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോ കാണാം. ഞാനിപ്പോൾ നല്ലതുപോലെ കറ പിടിച്ച ഒരു അയൺ ബോക്സാണ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം കറ പോകും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് കോൾഗറ്റ് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബ്രഷ്, ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് ക്ലോത്തും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം അയൺ ബോക്സ് നല്ല ചൂടാക്കി ഏറ്റവും ഹൈ ഹീറ്റിലിടണം. അത് ചൂടായി വരട്ടെ. ഇപ്പോൾ അയൺ ബോക്സ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ഇത് മൊത്തത്തിൽ ചെയ്യുന്നില്ല, കാരണം 3 മെത്തേഡല്ലേ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കോൾഗറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുട്ടികളുടെ അടുത്ത് വെച്ചൊന്നും ഇത് ചെയ്യാനില്ല, അവരില്ലാത്ത സമയത്ത് വേണം നമ്മളിത് ക്ലീൻ ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, അയൺ ബോക്സ് നല്ല ചൂടാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. പോകുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച് മാത്രം. അതുകൊണ്ട് അതുപോലെ ഇരിക്കുവാണ്, കുറച്ചേ പോയിട്ടുള്ളൂ. വളരെ കുറച്ച് വന്നിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത മെത്തേഡൊന്ന് ചെക്ക് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് പാരസെറ്റമോൾ നോക്കാം. സാധാ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ബാഡ് സ്മെല്ല്, അങ്ങനെ കെമിക്കൽ സ്മെല്ലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് വേണം ചെയ്യാൻ. കുട്ടികളൊന്നും അടുത്തിരിക്കാൻ പാടില്ല, അത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പം ഇത് നല്ല ഹീറ്റിലിരിക്കുകയാണ് അയൺ ബോക്സ്. നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം, വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. ഞാൻ കുറച്ച് ഭാഗം അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം ഉപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇത്രയും ഭാഗം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം ഉപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ പറ്റും, ആ കറകളൊക്കെ വളരെ ഈസി ആയിട്ടാണ് വരുന്നത്, കണ്ടോ. പക്ഷേ ഇതിനകത്തുനിന്ന് വരുന്ന പുക നമ്മൾ ശ്വസിക്കാൻ പാടില്ല. ഞാൻ ഇനി തുടച്ചെടുക്കാം.
ചെയ്യുന്നതിന് മുന്നേ ഒരു മാസ്ക് ഇടുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ പുക ശ്വസിക്കേണ്ട വളരെ ക്ലീനായിട്ട് പോയിട്ടുണ്ട്. പാരസെറ്റമോൾ കൊണ്ട് ചെയ്തതാണ്. നല്ല വൃത്തിയായിട്ടാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് മാസ്ക് മാറ്റാം. അടുത്തത് നമുക്കിനി നോക്കേണ്ടത് ഉപ്പിലാണ്. ഉപ്പ് വെച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇനി നമുക്ക് ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് ഈ അൺവർക്സ് മൊത്തം കൊണ്ടിരിക്കുന്ന രീതിയിലൊന്ന് പരത്തി വെച്ചിട്ട് ഇത് നല്ല ഹീറ്റിൽ എന്ന് വെച്ചാൽ ഹൈ ഹീറ്റിൽ വേണം ഇതും ചെയ്യാൻ. ഇതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കറുത്ത പൊടികൾ ഇങ്ങനെ വീഴുന്നുണ്ട്, ചെറുതായിട്ട് പോകുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തേ പോകത്തുള്ളൂ ഇത്. അതുകൊണ്ട് ഒരു 99% പോയിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഞാൻ പാരസെറ്റമോൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഉപ്പിൽ കുറച്ച് ടൈം എടുത്തിട്ടേ ഇത് പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉപ്പ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ പാരസെറ്റമോളിൽ നിന്ന് വരുന്ന പുക ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പോൾ ഒരുവിധമുള്ള എല്ലാ കറകളും പോയിട്ടുണ്ട്. ഇങ്ങനെ നല്ല കറുത്തിരുന്നതല്ലേ. അപ്പം ഞാൻ പറയുന്നത് കുറച്ച് ടൈം എടുത്തിട്ടാണേലും ഉപ്പി ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. അത് പാരസെറ്റമോളിൽ ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് കറ പോയി കിട്ടുമെങ്കിലും പാരസെറ്റമോളിൽ നിന്ന് വരുന്ന പുക ശ്വസിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഉപ്പ് ഉപയോഗിച്ച് ചെയ്യുക. കോൾഗേറ്റിൽ ഒരു 10% പോയിട്ടുള്ളൂ. വീണ്ടും ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പോകുമായിരിക്കും. ഞാൻ കുറേ നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പാണ് ഏറ്റവും നല്ലത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.